സൈബർ തട്ടിപ്പിനെക്കുറിച്ചും സോഷ്യൽ മീഡിയയിലെ ചതിക്കുഴികളെക്കുറിച്ചും സർക്കാരും പോലീസും പലപ്പോഴും ബോധവൽക്കരണം കൊടുക്കാറുണ്ട്. എന്നാലും മലയാളി പാഠം പഠിക്കില്ല. ഒടുവിൽ പണം നഷ്ടപ്പെടുമ്പോഴായിരിക്കും ചതിക്കുഴിയെക്കുറിച്ച് തിരിച്ചറിയുക. കാസർഗോഡ് കാഞ്ഞങ്ങാട് റിട്ടയർഡ് അധ്യാപകൻ്റെയും ഭാര്യയായ ഡോക്ടറുടെയും അക്കൗണ്ടുകളിൽ നിന്ന് 2.5 കോടിയോളം രൂപ തട്ടിയെടുത്തത് ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറഞ്ഞാണ്. കള്ളപ്പണം വെളുപ്പിച്ചതിൻ്റെ ഭാഗമായി അക്കൗണ്ടിൽ 20 ലക്ഷം രൂപ എത്തിയെന്നും പരിശോധനയ്ക്കെന്ന വ്യാജേന ബാങ്ക് വിവരങ്ങൾ നൽകണമെന്നും പറഞ്ഞായിരുന്നു തട്ടിപ്പ്. CBI ഉദ്യോഗസ്ഥർ ചമഞ്ഞ് ഫോണിൽ ബന്ധപ്പെട്ട വടക്കേന്ത്യൻ സംഘമാണ് തട്ടിപ്പിന് പിന്നിൽ നടത്തിയത്. കാഞ്ഞങ്ങാട് റിട്ടയർഡ് അധ്യാപകന്റെയും ഭാര്യയായ ഡോക്ടറുടെയും അക്കൗണ്ടുകളിൽ നിന്ന് 2.5 കോടിയോളം രൂപയാണ് തട്ടിയെടുത്തത്. മണി ലോണ്ടറിംഗ് കേസിൽപ്പെട്ട് ഡിജിറ്റൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ്. തെരുവത്ത് ലക്ഷ്മി നഗറിൽ മഖാം റോഡിലെ KV ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന റിട്ടയർഡ് അധ്യാപകൻ വിഷ്ണു എംബ്രാന്തിരി, ഭാര്യയും ഹോമിയോ ഡോക്ടറുമായ KP പ്രസന്നകുമാരി എന്നിവർക്കാണ് പണം നഷ്ടപ്പെട്ടത്. ന്യൂഡൽഹി ട്രായിൽ നിന്നാണെന്ന് പറഞ്ഞാണ് ഫോൺ വിളിയെത്തിയത്. ഈ മാസം 8-നാണ് ആദ്യം വിളി വന്നത്. പിന്നാലെ മുംബൈ CBIയിൽ നിന്നെന്ന് പറഞ്ഞ് വീഡിയോ കോളുമെത്തി. പോലീസ് യൂണിഫോം ഇട്ട ഒരാളാണ് വീഡിയോ കോളിൽ പ്രത്യക്ഷപ്പെട്ടത്. ഹിന്ദിയിൽ സംസാരിക്കുകയും ഒപ്പം മലയാള പരിഭാഷകൻ എത്തുകയും ചെയ്തു. എന്നാൽ മലയാളം പരിഭാഷകനെ നേരിൽ കാണാനായില്ല. ഭാര്യയുടെ കാനറ ബാങ്ക് അക്കൗണ്ടിലേക്ക് 20 ലക്ഷം രൂപ 2022 മുതൽ വന്നിട്ടുണ്ടെന്ന് സംഘം പറഞ്ഞു. അത്തരം അക്കൗണ്ട് ഇല്ലെന്നറിയിച്ചപ്പോൾ ഭാര്യയുടെ ആധാർ കാർഡിന്റെ കോപ്പി അവർ വാട്സാപ്പ് കോളിൽ കാണിച്ച് വിശ്വാസ്യത നേടി. 2 കോടി രൂപയുടെ മണി ലോണ്ടറിംഗുമായി ബന്ധപ്പെട്ട് നരേഷ് ഗോയൽ എന്നയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും അയാൾ ഉൾപ്പെടെ 247 ആളുകൾ ഈ കേസിലുണ്ടെന്നും ഭാര്യ അതിലൊരാളാണെന്നും വിഷ്ണു എംബ്രാന്തിരിയോട് പറഞ്ഞു. ഭാര്യയുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്ത നരേഷ് ഗോയലുമായി ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കണമെന്നാണ് അറിയിച്ചത്. ഒരു കത്തെഴുതി 2 പേരുടെയും ഫോട്ടോ ഒപ്പിട്ട് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. കോടതിയിൽ നൽകാനാണെന്ന് പറഞ്ഞതോടെ ഇത് വിശ്വസിച്ച ദമ്പതികൾ അയച്ചു കൊടുത്തു. നമ്പറുകളിൽ നിന്നും വീഡിയോ കോൾ വന്നു. അക്കൗണ്ട് വ്യക്തത വരുത്താനെന്നാണ് പറഞ്ഞത്. പിന്നീട് 2 പേരുടെയും മുഴുവൻ അക്കൗണ്ട് വിവരങ്ങളും അതിലുള്ള തുകയും അവർ ചോദിച്ചു. ഹോസ്ദുർഗ് കോപ്പറേറ്റീവ് ബാങ്ക്, ഹോസ്ദുർഗ് കോപ്പറേറ്റീവ്, അർബൻ സൊസൈറ്റി എന്നിവിടങ്ങളിലെ അക്കൗണ്ട് വിവരങ്ങൾ കൈമാറി. അക്കൗണ്ടുകളിലുള്ള തുക വെരിഫൈ ചെയ്യാൻ RTGS വഴി അവരുടെ അക്കൗണ്ടിലേക്ക് പണം കൈമാറ്റം ചെയ്യണമെന്ന് പറഞ്ഞു. ഇതോടെ 2 ബാങ്കുകളിലെ അക്കൗണ്ടുകളും പുതിയ കോട്ടയിലെ കർണാടക ബാങ്കിലേക്ക് മാറ്റി. അധ്യാപകന്റെ അക്കൗണ്ടുകളിലുള്ള 64 ലക്ഷം, 1,26,67,000 രൂപ എന്നിവ കർണാടക ബാങ്കിലേക്ക് മാറ്റാൻ അപേക്ഷ നൽകി. അതിനിടെ കേസ് നടക്കുന്നതിനാൽ അക്കൗണ്ടുകളിലെ പണം അയച്ചു കൊടുക്കാൻ സുപ്രീം കോടതിയുടെ വിധിയായെന്ന് സൂചിപ്പിക്കുന്ന കത്തും ഇവർക്ക് കൈമാറി. ഇതോടെ ഫോൺ വിളിച്ചവരുടെ നിർദ്ദേശപ്രകാരം കർണാടക ബാങ്കിൽ നിന്ന് പണം വിവിധ ബാങ്കുകളിലേക്ക് മാറ്റി. ICICI, മസ്കോട്ട് മാനേജ്മെന്റ് സൊല്യൂഷൻസ്, യെസ് ബാങ്ക്, ഇൻഡസ്ഇൻഡ് ബാങ്ക് തുടങ്ങിയ ബാങ്കുകളിലേക്കാണ് ദമ്പതിമാർ പണം അയച്ചു കൊടുത്തത്. അധ്യാപകൻ തന്റെ അക്കൗണ്ടുകളിലെ മുഴുവൻ തുകയും അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴായിരുന്നു ഭാര്യയുടെ അക്കൗണ്ടുകളിലെ പണം കൂടി അയക്കാൻ ആവശ്യപ്പെട്ടത്. കൂടുതൽ പണം അയക്കാനും സംഘം ആവശ്യപ്പെട്ടു. ഇതോടെ വിഷ്ണു എംബ്രാന്തിരി അടുത്ത ബന്ധുവിനെ വിവരം അറിയിച്ചു. ഇദ്ദേഹം പണം അയക്കരുതെന്ന് പറഞ്ഞതോടെ തുടർന്ന് പണം അയച്ചില്ല. നാഷണൽ സീക്രട്ട് ആണെന്നും തങ്ങളുടെ അനുവാദമില്ലാതെ വീട് വിട്ട് പുറത്തു പോകരുതെന്നും സംഘം പറഞ്ഞിരുന്നു. പിന്നീടാണ് ദമ്പതികളുടെ അക്കൗണ്ട് വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയത്. കബളിപ്പിക്കപ്പെട്ടതായി മനസ്സിലായതോടെ വിഷ്ണു എംബ്രാന്തിരി കാസർഗോഡ് സൈബർ സെല്ലിൽ പരാതി നൽകി. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിവരികയാണ്. ന്യൂസ് 18 കാസർഗോഡ്.